എല്ലാവർക്കും ഇഷാന ഡിസൈൻസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു ഹാഫ് കോളർ നൈറ്റിയുടെ സ്റ്റിച്ചിങ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ നൈറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ ചുരിദാർ കട്ട് മോഡൽ നൈറ്റ് കട്ട് ചെയ്യും പോലെ കട്ട് ചെയ്താൽ മതി. നെക്ക് മാത്രം കട്ട് ചെയ്യരുത്. നെക്ക് നമുക്ക് ക്യാൻവാസ് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് നെക്ക് കട്ട് ചെയ്യരുത്. ആം ഹോളും ബാക്കി ഷേപ്പും ഒക്കെ എടുത്ത് കട്ട് ചെയ്ത് വെച്ചേക്കും. ഇനി നമുക്കിത് എങ്ങനെയാണ് ഇതിൻ്റെ നെക്ക് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനൊരു പീസ് പേപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട്. സാധാരണ പേപ്പറാണ് കേട്ടോ ഇത്. നിങ്ങൾ ക്യാൻവാസിൽ വേണം ഇത് ചെയ്യേണ്ടത്. ഞാനിത് നേരത്തെ കട്ട് ചെയ്ത് വെച്ചത് കൊണ്ടാണ് ഞാനിത് പേപ്പറിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വിട്ടെന്ന് പറയുന്നത് രണ്ടായിട്ട് മടക്കിയതിന് ശേഷം 4 ഇഞ്ച് വിട്ത് വേണം. നിങ്ങൾക്ക് എത്രയാണോ നെക്ക് വിട്ത് വരുന്നത് അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ കൂട്ടി വേണം എടുക്കേണ്ടത്. എനിക്ക് 3 ഇഞ്ചാണ് വേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ 1 ഇഞ്ചും കൂടെ കൂട്ടി 4 ഇഞ്ച് എടുത്തത്. നെക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ നെക്ക് എത്രയാണോ കറക്റ്റ് ലെങ്ത് അതിൻ്റെ കൂടെ 1.5 ഇഞ്ചും കൂടെ കൂട്ടി എഴുതണം. എനിക്ക് 6 വേണ്ടത്. അതുകൊണ്ട് ഞാൻ 1.5 ഇഞ്ചും കൂടെ കൂട്ടി 7 എടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് ഞാൻ പറയാം. 6 വേണ്ടത്. 1/2 ഇഞ്ച് ഷോൾഡർ ജോയിനിങ്ങിന്, അങ്ങനെ 6.5. പിന്നെ 1 ഇഞ്ച് നമുക്ക് താഴെ ഷേപ്പിന് വേണം. അങ്ങനെയാണ് 1.5 ഇഞ്ച് ലെങ്തിൻ്റെ കൂടെ, നെക്ക് ലെങ്തിൻ്റെ കൂടെ 1.5 ഇഞ്ച് കൂട്ടണമെന്ന് ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് ഇതിൻ്റെ ഇതിലൊന്ന് നെക്ക് വിട്ടൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാം. ഈ 3 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യുക കേട്ടോ. എന്നിട്ട് നമുക്ക് കറക്റ്റ് ഷോൾഡർ ജോയിനോടെ കൂട്ടി നമുക്ക് എത്രയാണ് വേണ്ടത്? 6.5 വേണ്ടത്. അതിവിടെ ഒന്ന് മാർക്ക് ചെയ്യണം. എന്നിട്ട് നമുക്കൊന്ന് ഇത് ഷേപ്പ് ചെയ്തെടുക്കാം. ഇവിടെ 3 ഇഞ്ച് മാർക്ക് ചെയ്യാം. കണ്ടോ? അതിനുശേഷം നമുക്ക് ഒരു റൗണ്ട് നെക്ക് വരച്ചു കൊടുക്കാം. ഇതും കൂടെ ഒന്ന് മാർക്ക് ചെയ്യാമേ, താഴെയുള്ളതും കൂടെ. ഈ 1 ഇഞ്ചെന്ന് പറയുന്നത് നമുക്ക് ഷേപ്പിന് വേണ്ടിയിട്ടുള്ളതാണ്. ബാക്കി അങ്ങ് കട്ട് ചെയ്ത് കളയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷനാവും ഏതാണെന്നോ. ഇത്രയും നമുക്ക് വേണ്ടി. അപ്പോൾ നിങ്ങൾ ക്യാൻവാസ് എടുക്കുമ്പോൾ 1.5 ഇഞ്ച് കൂട്ടിയുള്ള ലെങ്ത് എടുത്താൽ മതി കേട്ടോ. ഇതെനിക്ക് പേപ്പർ ആയതുകൊണ്ടാണ് കൂടുതൽ ലെങ്ത് വന്നത്. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഒരു ഷേപ്പ് ചെയ്ത് വരയ്ക്കും. നിങ്ങൾ ആം ഹോൾ കുറവുണ്ടെങ്കിൽ അതിട്ട് വരച്ചാലും മതിയാവും. പിന്നെ ജസ്റ്റ് പേപ്പറിലായതുകൊണ്ടാണ് ഇങ്ങനെ വരയ്ക്കുന്നത്. നിങ്ങൾ കറക്റ്റായിട്ട് വരയ്ക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇവിടെയൊക്കെ 1 ഇഞ്ച് വരും. പക്ഷേ ഇവിടെ നമ്മൾ ഷേപ്പ് ചെയ്തുകൊണ്ട് അവിടെ ആ 1 ഇഞ്ച് നമ്മൾ കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്യണം. അല്ലെങ്കിൽ ഇവിടെ വരുമ്പം നമ്മൾ ഇതേ അളവിൽ കട്ട് ചെയ്ത് വന്ന് വീതി കൂടിപ്പോവും. കണ്ടോ? ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഇവിടെയൊക്കെ പിൻ ചെയ്ത് വെച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ കേട്ടോ. എന്നിട്ട് ഇവിടെ വരപ്പോൾ നമ്മൾ 1/2 ഇഞ്ച് ഇവിടെ ഇങ്ങനെ ഇട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ. കാരണം നെക്കിൻ്റെ വിട്ട് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാ കണ്ടോ, ഇങ്ങനെ വരും. അപ്പോൾ അപ്പം നമുക്ക് ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ലെന്ത് വിട്ട് കറക്റ്റായിട്ട് കിട്ടും. ഇങ്ങോട്ടും മാറിപ്പോകും. ഇനി നമുക്ക് ഇതൊരു തുണിയിൽ ഒന്ന് നൈറ്റി പീസിൻ്റെ ബാക്കി തുണി ഉണ്ടെങ്കിൽ കട്ട് ചെയ്തതിൻ്റെ ബാക്കി ഉണ്ടെങ്കിൽ അതിൽ വെച്ച് ഒന്ന് അയൺ ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ സ്റ്റിച്ച് ചെയ്തെടുക്കും. ഞാൻ സ്റ്റിച്ച് ചെയ്താണ് എടുക്കുന്നത്. ഇവിടെയും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യും, ഈ ഭാഗവും സ്റ്റിച്ച് ചെയ്യും. അപ്പോൾ അത് ഫിക്സ് ആയിട്ട് ഇരുന്നോളൂ അയൺ ചെയ്യുന്നതിനെക്കാട്ടിൽ. അപ്പോൾ അതൊന്ന് കാണിക്കാം. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതേപോലൊരു പീസ് എടുക്കുക. ഇത് പിന്നെ രണ്ടും കൂടെ തമ്മിൽ ജോയിൻ ചെയ്യും കേട്ടോ. ജോയിൻ ചെയ്തിട്ട് ഇങ്ങനെ നമ്മൾ വച്ചതിന് ശേഷം ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക 2 സൈഡിൽ. അതിന് ശേഷം 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇങ്ങനെ ഇട്ട് കട്ട് ചെയ്ത് കളയണം. ഇവിടെ ഞാൻ വേറെ പീസ് ഇങ്ങനെ വയ്ക്കും കേട്ടോ. ഇതുപോലെ ഇങ്ങനെ വയ്ക്കും. അതിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരികയാണ്. ഇങ്ങനെ വരും. അപ്പോൾ ഇത് ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് വയ്ക്കുക 2 സൈഡ്. അല്ലെങ്കിൽ നിങ്ങൾ അയൺ ചെയ്ത് വയ്ക്കണം. എന്നിട്ട് ഇവിടെ ഇത്രയും തയ്യൽ തുമ്പിട്ട് കട്ട് ചെയ്ത് കളയണം കേട്ടോ. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് കട്ട് ചെയ്ത് എന്നിട്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ ഇങ്ങനെ ചേർത്ത് തരണം. ഇത് ഞാൻ ഓൾറെഡി കട്ട് ചെയ്തതാണ്. നിങ്ങൾ കട്ട് ചെയ്യരുത്. ഇവിടെ നിങ്ങൾ നെക്കിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കട്ട് ചെയ്യാവും. എന്നിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഇവിടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ടില്ല, അതിനിങ്ങനെ ചേർത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വയ്ക്കണം ഇവിടെ. ഇനി നമുക്കിത് നിങ്ങൾക്ക് ഇവിടെ പീസ് കാണും. ഞാനിത് കട്ട് ചെയ്ത് നേരത്തെ വച്ചത് കൊണ്ടാണ് ഇവിടെ കാണാത്തത് കേട്ടോ. നിങ്ങൾക്കിവിടെ പീസ് കാണും. ഇവിടെ നൈറ്റിയുടെ പിന്നെ ഫ്രണ്ട് പീസാണ് ഇത്. അത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഇവിടെ നിന്ന് 3 ഇഞ്ച് ഇങ്ങോട്ടേക്കും ഇവിടെ നിന്ന് 3 ഇഞ്ച് ഇങ്ങോട്ടേക്കും മാർക്ക് ചെയ്ത് എന്നിട്ട് ഇതിൻ്റെ
നല്ല വശവും ഈ പീസിന് നല്ല വശവും ചേർത്ത് ഇങ്ങനെ വയ്ക്കുക. ഈ 3 ഇഞ്ച് കഴിഞ്ഞതിന് ശേഷം വേണം വയ്ക്കാൻ. കണ്ടോ? ഇതിൻ്റെ സെൻറ്ററും കറക്റ്റായിട്ട് വരണം കേട്ടോ. നിങ്ങൾക്കാണെങ്കിൽ ഇവിടെ ഞാൻ കട്ട് ചെയ്തുകൊണ്ടാണ് എനിക്കിങ്ങനെ വന്നത്. നിങ്ങൾക്കാണെങ്കിൽ ഇവിടെ ഫ്രണ്ടിൽ ഇവിടെ പീസ് കാണും. അപ്പോൾ നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട. ആ പീസിന് ഇങ്ങനെ മടക്കിയതിന് ശേഷം അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് ഇതിൻ്റെ സെൻറ്ററും ഈ പീസിൻ്റെ സെൻറ്ററും കൂടെ തമ്മിൽ ചേർത്ത് വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ 3 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. ഞാനിത് ഓൾറെഡി കട്ട് ചെയ്തു. ഇത് വേറൊരു പീസിൽ വയ്ക്കാൻ വേണ്ടി കട്ട് ചെയ്തതായത് കൊണ്ടാണ് ഇങ്ങനെ വന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ പീസ് കാണും. അപ്പോൾ നിങ്ങൾ ആ പീസിനെ ഇങ്ങനെ എടുത്ത് ഇതിൻ്റെ സെൻറ്ററും ഈ പീസിൻ്റെ സെൻറ്ററും കൂടെ ചേർത്ത് വെച്ച് ഇങ്ങനെ കറക്റ്റായിട്ട് ലെവലിൽ വെച്ചിട്ട് ഇവിടെയും ഇതിൻ്റെ സെൻറ്ററിൽ തന്നെ വയ്ക്കണം. വെച്ചതിന് ശേഷം ഇങ്ങനെ വയ്ക്കുക. വച്ച് പിൻ ചെയ്ത് വെച്ചതിന് ശേഷം ഈ ക്യാൻവാസിൽ കൂടെ ചേർത്ത്, ക്യാൻവാസ് കൊള്ളാതെ ക്യാൻവാസിൽ ചേർത്ത് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് കട്ട് ചെയ്യുക. അത്രയും മതി. അപ്പോൾ ഞാനിത് സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കുക. ഇപ്പം എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ഇവിടെ പീസ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. കണ്ടോ? ഇന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ ക്യാൻവാസിൽ നിന്നും 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് കട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ ഇതിൻ്റെ പീസ് കാണും. എന്നാലും നിങ്ങൾ ക്യാൻവാസിൽ നിന്നും 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് 1/4 ഇഞ്ചോ അല്ലെങ്കിൽ 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇതിപ്പോൾ എനിക്ക് ഇതിൽ തന്നെ 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് സ്റ്റിച്ചിങ്ങിന് ശേഷം. അതനുസരിച്ച് ഇവിടെ ഞാൻ കട്ട് ചെയ്തോളാം. എന്നിട്ട് ഇതിൻ്റെ ചീത്ത വശത്തോട്ട് മറിച്ചിടുക. അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് മറിച്ചിട്ടതിന് ശേഷം കാണിക്കാം. ഇങ്ങനത്തെ കട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ? ഞാനിത് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഇടയിലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം തിരിച്ചിടാൻ വേണ്ടി. എന്നിട്ട് ഇനി ചീത്ത വശത്തോട്ട് ഇത് തിരിച്ചിടുക. അപ്പോൾ ഞാനത് തിരിച്ചിട്ടതിന് ശേഷം കാണിക്കാം. കണ്ടോ? ഞാൻ തിരിച്ചിട്ടിട്ടുണ്ട്. കണ്ടോ? ഇനി നമുക്ക് ഇത് അയൺ ചെയ്തെടുത്താൽ കുറച്ചുകൂടെ ഫിനിഷിംഗ് ആയിട്ടിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അയൺ ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്കിവിടെ ക്യാൻവാസ് ഉണ്ടല്ലോ, അത് നിങ്ങൾ ഒന്നി ഹെമ്മിങ് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും ക്യാൻവാസ്. ഒന്നെങ്കിൽ ഹെമ്മിങ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ഇവിടെ കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ സ്റ്റിച്ച് കൊടുക്കുകയാണെങ്കിൽ ഈ ഭാഗത്തൊരു സ്റ്റിച്ച് വരും. അതാണ് അത് നിങ്ങൾക്ക് വൃത്തികേടാണെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ ഹെമ്മിങ് ചെയ്ത് കൊടുത്താൽ, അല്ലെങ്കിൽ ഇവിടെ കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു സ്റ്റിച്ച് കൊടുത്ത് നോക്കും. എന്തെങ്കിലും ഒരു ഇതുപോലെ തോന്നുകയാണെങ്കിൽ ഞാൻ ഹെമ്മിങ് ചെയ്യുള്ളൂ കേട്ടോ. അത് അഴിച്ചിട്ട് ഹെമ്മിങ് ചെയ്തെടുക്കും. അപ്പോൾ ഞാൻ ഇത് മുകളിൽ കൂടി സ്റ്റിച്ച് ചെയ്ത് ഈ വശത്തു കൂടി ഇതും കൂടി ഇതിൽ ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണിക്കാം. ഞാനത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെയും സ്റ്റിച്ച് ചെയ്തു. എന്നിട്ട് ഞാൻ ഇതിനെ ഈ പീസിനെ ലൈനിങ് നമ്മൾ ഈ പീസിൽ വെച്ച് ചേർത്തടിച്ചിട്ടുണ്ട്. കണ്ടോ? കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ നോക്കിയപ്പോൾ നമുക്ക് വൃത്തിയായിട്ട് തോന്നുന്നില്ല. ഇത് നമുക്ക് അറിയത്തില്ല കേട്ടോ. ഇവിടെ നമ്മളിങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെന്ന് പെട്ടെന്ന് നോക്കിയൊന്നും അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഹെമ്മിങ് ചെയ്യാതെ അകവശത്തും കൂടെ ഉള്ളത് ഈ പീസ് ഇതിൽ കൂടെ ചേർത്ത് തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പാർട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്? ഞാൻ ബാക്ക് പാർട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നെക്ക് വിടുത്ത് മറ്റതിലെ പോലെ തന്നെ 3 ഇഞ്ച് മാർക്ക് ചെയ്യാം കേട്ടോ. 3 ഇഞ്ച് മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇറക്കം എന്ന് പറയുന്നതിന് ബാക്ക് നെക്കിൻ്റെ ഇറക്കം 1 ഇഞ്ചാണ് കേട്ടോ. നമ്മൾ കോളർ വയ്ക്കുന്നതിന് ബാക്ക് നെക്കിൽ 1 ഇഞ്ച് മാത്രമേ ഇറക്കത്തുള്ളൂ. 1 ഇഞ്ചോ 3/4 ഇഞ്ചോ ഇറക്കും. ഞാനിവിടെ 1 ഇഞ്ചാണ് ഇറക്കിയിരിക്കുന്നത്. എന്നിട്ട് നമുക്കിതിനെ ഇങ്ങനെ ഒന്ന് ഒരു റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ വയ്ക്കാം. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഷോൾഡറുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കണം. ഇതുപോലെ വരും. കണ്ടോ? ഇത് ബാക്ക് പീസിന് നല്ല വശവും ഫ്രണ്ട് പീസിൻ്റെ നല്ല വശവും കൂടെ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണം. ഇത് ചേർന്ന് തന്നെ ഇരിക്കണം കേട്ടോ. അതുപോലെ ഇവിടെയും സ്റ്റിച്ച് ചെയ്യണം. എന്നിട്ട് വേണം നമുക്ക് കോളറിൻ്റെ അളവെടുക്കുക. ഇപ്പോൾ 2 സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കാം. ഡബിൾ സ്റ്റിച്ച് ഇടണം കേട്ടോ. എന്താ ഷോൾഡർ കൂട്ടി അടിച്ചിട്ടുണ്ട്. കണ്ടോ? ചേർത്ത് തന്നെ അടിക്കണം കേട്ടോ. വ്യത്യാസം വരരുത്. ഇനി നമുക്കിതിൻ്റെ കോളർ അളക്കണം. അപ്പോൾ അതിന് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഫ്രണ്ട് നെക്ക് ഇതാണ്. ഇവിടെ നിന്ന് 3 ഇഞ്ച് ഞാൻ തിരിച്ചാണിട്ടിരിക്കുന്നത്. ഫ്രണ്ട് നെക്ക് ഇതാണ്. നമ്മുടെ ഷോൾഡറിൽ നിന്ന് 3 ഇഞ്ച് ഇങ്ങോട്ടേക്കും, അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ ഷോൾഡറിൽ നിന്ന് ഇങ്ങോട്ടേക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്യണം. നെക്ക് 6 ഇഞ്ചാണ് നമ്മൾ എടുത്തത്, ഷോൾഡർ ജോയിൻ ഉൾപ്പെടെ. 3 ഇഞ്ച് മാർക്ക് ചെയ്യണം കേട്ടോ. നിങ്ങൾ 7 ഇഞ്ചാണ് എടുക്കണമെങ്കിൽ 3.5 മാർക്ക് ചെയ്യണം. 7 ഇഞ്ച് വേണ്ട, ഒരുപാട് ഇറക്കം ആയി പോകും നൈറ്റിക്കൊക്കെ. ഇവിടെ നിന്ന് 3 ഇഞ്ച്, ഇത് അളവ് ഫോളോ ചെയ്താൽ മതി. ഇവിടെ നിന്ന് 3 ഇഞ്ച് ഇങ്ങോട്ടേക്കും, ഇവിടെ നിന്ന് 3 ഇഞ്ച് ഇങ്ങോട്ടേക്കും. ഇത് ബാക്കാണ്, ഞാൻ ഫ്രണ്ടിലാണ് എടുക്കുന്ന ആരോട് പറയുന്നത് കേട്ടോ. അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് മാർക്കണം. നമുക്ക് ഈ 1/2 ഇഞ്ചിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകുന്നത് അല്ലേ. അപ്പോൾ ആ 1/2 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യണം നമ്മൾ. ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ചോളം, 4 ഇഞ്ച് ഒരു പോയിൻ്റ് ആയാലും മതി.
നമ്മളിങ്ങനെ മാർക്ക് ചെയ്യണം, ഫുള്ള് മാർക്ക്. എന്നിട്ട് അതിൽ നമ്മൾ അളക്കണം. ഇവിടെയാണ് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ലൈനിൽ കൂടി ഇങ്ങനെ അളക്കണം. ഫുള്ള് നമ്മളിങ്ങനെ ആ ലൈനിൽ കൂടി മാത്രമേ അളക്കാവൂ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. എന്താ എനിക്ക് 14 ഇഞ്ച് വന്നു. ഒന്നും കൂടി നമ്മൾ അളക്കണം. 14 ഇഞ്ച് തന്നെയാണോ വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി അളക്കണം. എന്താ ഒരു വലിഞ്ഞ് ചുരുണ്ട് കിടക്കുന്നതെങ്കിൽ അത് നൂത്ത് വെച്ചിട്ടൊക്കെ വേണം ചെയ്യാൻ കേട്ടോ. കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പൊങ്ങി നിൽക്കുന്നതൊക്കെ നിവർത്തിയിട്ടിട്ടല്ലേ, ശരിയാക്കി വെച്ചിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത്. കണ്ടോ, ഇത് 14 ഇഞ്ച് വന്നു കണ്ടോ. അപ്പോൾ 2 പ്രാവശ്യം നിങ്ങൾ അളന്ന് നോക്കണം. 2 പ്രാവശ്യം അളന്ന് നോക്കുമ്പം നോക്കിയിട്ട് വേണം ചെയ്യാം. 14 ഇഞ്ചാണ് നമ്മുടെ കോളറിൻ്റെ അളവെന്ന് പറയുന്നത്, ലെങ്ത്. ഞാനൊരു ക്യാൻവാസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ നീളമെന്ന് പറയുന്നത് നമ്മുടെ കോളറിൻ്റെ നീളം എത്രയാണോ അതിൻ്റെ കൂടെ 1 ഇഞ്ചോ 1/2 ഇഞ്ചോ കൂട്ടിയെടുത്തേക്കണം. ഞാൻ ഇതിനിപ്പോൾ 1 ഇഞ്ച് കൂട്ടിയെടുത്തിട്ട് 1/2 ഇഞ്ച് കൂട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു പോയാൽ കണ്ടോ 7.25 4 കൂട്ടിയെടുത്തിട്ടുണ്ട്. 1/2 ഇഞ്ച് കൂട്ടിയെടുത്ത് നമ്മൾ 2 സൈഡിലാകുമ്പം 4 ഇഞ്ചേ വരുള്ളൂ കേട്ടോ. എനിക്ക് 14 ഇഞ്ചാണ്, അതിൻ്റെ പകുതി എത്രയാണ് 7 ഇഞ്ച്. നമ്മൾ ഫുള്ള് 14 ഇഞ്ചാണ്, 2ആയിട്ട് മടക്കിയിടണം. എന്നിട്ട് ഫോൾഡ് ചെയ്ത ഭാഗം ഈ സൈഡിൽ ശ്രദ്ധിക്കണേ, ഫോൾഡ് ചെയ്ത ഭാഗം ഈ സൈഡിലാണ് വരുന്നത്. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് നമ്മൾ കോളറിൻ്റെ ലെങ്ത് എത്രയാണോ അത് മാർക്ക് ചെയ്യണം. അപ്പോൾ എനിക്ക് 14 ഇഞ്ചില്ല, അപ്പോൾ 7 ഇഞ്ചാണ് കോളറിൻ്റെ ലെങ്ത്, പകുതി, അതിൻ്റെ പകുതിയാണ് മാർക്ക് ചെയ്യേണ്ടത്. 7 ഇഞ്ച്. അപ്പം ഞാൻ എന്താ 7 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യണം. നമ്മൾ ഇതിൽ 7 ഇഞ്ചാണ് എനിക്ക് വേണ്ടത്, ഞാൻ 7 ഇഞ്ച് മാർക്ക് ചെയ്തു കണ്ടോ. ഇനി ഇത് നമുക്ക് സ്ട്രെയിറ്റ് ലൈനായിട്ട് വരയ്ക്കാം. എന്നിട്ട് ഒന്നും കൂടി അളന്ന് നോക്കണം 7 ഇഞ്ച് ഉണ്ടോ എന്ന്. ഇപ്പം ഫോൾഡ് ആയിട്ടുള്ള സൈഡ് ഈ ഭാഗത്താണ് വെച്ചേക്കുന്നത് കേട്ടോ. എന്നിട്ട് നമുക്ക് കോളറിൻ്റെ വീതി എത്ര വേണം, ഞാൻ ഇപ്പോൾ 1 ഇഞ്ച് വീതിയിലുള്ളതാണ് എടുത്തേക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, ഞാൻ താഴെ നിന്ന് മുകളിലോട്ടാണ് എടുക്കുന്നത് കേട്ടോ. കണ്ടോ, ഇങ്ങനെ 1 ഇഞ്ച് വീതിയിലുള്ള കോളർ എടുക്കണം. ഞാൻ 1 ഇഞ്ച് വീതിയാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് 1 ഇഞ്ചാണ് കേട്ടോ, മുകളിൽ നിന്നല്ല താഴെ നിന്ന് 1 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇവിടെ നമ്മൾ ചെറുതായിട്ടൊരു റാ പോലെ ഇങ്ങനെ, നമ്മൾ കോളറിൻ്റെ ഷേപ്പ് അറിയാമല്ലോ, ഇങ്ങനെ ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്താൽ മതി. ഇനി നമുക്കിത് പിൻ ചെയ്തിട്ട് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ അളവിൽ വ്യത്യാസം വരും. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് കണ്ടോ. ഇത് പിൻ ചെയ്ത് വെച്ചേക്കുന്നുണ്ടോ. ഇങ്ങനെ നമ്മൾ പിൻ ചെയ്ത് വച്ചില്ലെങ്കിൽ അതിൻ്റെ പല സൈഡിലും പല അളവായിരിക്കും. ഇനി നമുക്ക് നൂത്തെടുക്കാം. കണ്ടു, ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്കിതൊരു നൈറ്റിയുടെ പീസ് തന്നെ നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്ത് വയ്ക്കണം. കാരണം നമ്മൾ കോളർ വയ്ക്കുന്ന സെയിം കളറാണ് കോളർ വയ്ക്കുന്നത്. ഇതാണ് നൈറ്റിയുടെ പീസ്. ഇതിൽ തന്നെ ഞാൻ ഇത് ബാക്കി ഭാഗം കട്ട് ചെയ്തതിന് ശേഷം ഇതിൽ ഇങ്ങനെ അയൺ ചെയ്ത് പിടിപ്പിക്കണം. അപ്പം പശയുള്ള ഭാഗം വേണം തുണിയിൽ, ചീത്ത വശത്ത് വേണം വയ്ക്കാൻ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചീത്ത വശത്ത് വെച്ചിട്ട് വേണം അയൺ ചെയ്തെടുക്കാൻ. അപ്പം ഇങ്ങനെ അയൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ വയ്ക്കണം കേട്ടോ. അയൺ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഒരു 4 ഇഞ്ച് വിട്ടേക്കണം കേട്ടോ. പിന്നെ നിങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞാലും 4 ഇഞ്ച് വെച്ച് കട്ട് ചെയ്താലും മതി. ഇവിടെ ഒരു 4 ഇഞ്ച് തുണി നമുക്കിങ്ങനെ മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് വിട്ടേക്കണം. ഇങ്ങനെയാണ് വയ്ക്കേണ്ടത് കേട്ടോ. നമ്മൾ ഇവിടെയാണ് ഒരു 4 ഇഞ്ച് കുറച്ചുകൂടെ ഒരു തുണി ഇട്ട് വേണം നമ്മൾ ചെയ്യാൻ. എന്നിട്ട് ഇതിനെ മടക്കി അടിക്കണം. മടക്കി അടിക്കുന്നത് മനസ്സിലായല്ലോ, റാ പോലെ താഴോട്ട് വരുന്ന ഭാഗമാണ് മടക്കി അടിക്കേണ്ടത്. ചിലർ തെറ്റിപ്പോവും, മുകളിൽ അടക്കി അടിച്ച് വയ്ക്കും, പിന്നെ വീണ്ടും അഴിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കണം, നമ്മൾ റാ പോലെ ഷേപ്പ് ഇങ്ങനെ താഴോട്ടിരിക്കുന്ന അവിടെ വേണം മടക്കി അടിക്കേണ്ടത്. ഇത്രയും രീതിയിൽ ഇങ്ങനെ മടക്കി അടിക്കണം. അതിനുള്ള തുണി ഇട്ടിട്ട് വേണം നിങ്ങൾ കൂടുതൽ ഒരു പക്ഷേ ഇട്ട് വെക്കണമെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് 4 ഇഞ്ച് ഒരു കുറച്ചും കൂടെ ഇട്ടിട്ട് പിന്നെ കട്ട് ചെയ്ത് കളഞ്ഞാലും മതി കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് അയൺ ചെയ്തെടുക്കാം. കണ്ടോ, ഞാനിത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, അയൺ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. ഇത്രയും തയ്യൽത്ത് കൂട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മടക്കി അടിക്കണം. മടക്കി അടിക്കുന്നത് മനസ്സിലായല്ലോ, റാ പോലെ വരുന്ന സ്ഥലത്ത് വേണം മടക്കി, ആ ഭാഗം വേണം മടക്കി അടിക്കേണ്ടത്, മുകളിൽ മടക്കി അടിക്കരുത്. ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഇനി മടക്കി അടിക്കുക. മടക്കി അടിച്ചതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കണ്ടോ. നമ്മൾ ഈ റാ പോലെ താഴോട്ട് വരുന്ന അവിടെ വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്, ചേർത്ത് സ്റ്റിച്ച് ചെയ്യും. ഇനിയിപ്പോൾ ഇത്രയും ഭാഗം തുണി ഇട്ടേക്കാൻ വേണം. ഇനി ഇതേ സൈസിലുള്ള തുണി നമ്മൾ കട്ട് ചെയ്തെടുത്തു.
എന്നിട്ട് ഇത്രയും തയ്യൽ തുമ്പ് അവിടെ ഇട്ടേക്കണം, ഒരു 1/2 ഇഞ്ചോളം തയ്യൽ തുമ്പ് ഇട്ടേക്കണം. എന്നിട്ട് ഇവിടെ നിന്ന് കാണുന്നുണ്ടോ, ഇവിടെ നിന്ന് ഈ താഴ്ഭാഗത്തും കൂടെ ഉള്ള തുണിയിൽ സ്റ്റിച്ച് പറ്റണം. ഇവിടെ നിന്ന് ഇങ്ങനെ ഇതേ ഷേപ്പിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് താഴോട്ട് ഇറക്കണം. ഇതിൽ മാത്രമല്ല ഞാൻ പറയുന്നത്, അടിയിരിക്കുന്ന തുണിയിലും കൂടെ സ്റ്റിച്ച് വരണം. അപ്പം നമ്മൾ ഇവിടെ നിന്നേ തുടങ്ങണം, ഇവിടെ നിന്നേ തുടങ്ങി ഇവിടെ നിന്നേ തുടങ്ങണം. കണ്ടോ, ഇവിടെ നിന്നേ ഇങ്ങനെ തുടങ്ങിയിട്ട് തിരിച്ച് ഇറക്കപ്പോഴും ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് താഴോട്ട് ഇറക്കണം. 2 സ്റ്റിച്ചിന് കെട്ട് വിട്ട് കൊടുക്കണം കേട്ടോ. ഇത്രയും ഭാഗത്ത് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ്, 1/2 ഇഞ്ച് മസ്റ്റായിട്ട് ഇടണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ തിരിച്ച് മറിച്ചിട്ട് വരുമ്പോഴത്തേക്ക് തയ്യൽ തുമ്പ് കുറഞ്ഞു. അപ്പോൾ ഒരു 1/2 ഇഞ്ച് ഇവിടെ ഇങ്ങനെ ഇട്ടേക്കണം, ഇട്ടിട്ട് വേണം ഇത് സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കാം. ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ സ്റ്റിച്ച്. ഇതിലൊരു സ്റ്റിച്ച് കാണുന്നത് ഞാൻ അയൺ ചെയ്ത് വെച്ചിട്ടത് സ്റ്റിഫ് കുറച്ച് ഇളകിപ്പോയി കേട്ടോ. അപ്പോൾ അതിൻ്റെ മീതെ കൂടി ഞാൻ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് വെക്കണമെങ്കിൽ അങ്ങനെ വയ്ക്കാം, അയൺ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ഒരു 1/2 ഇഞ്ച് തയ്യൽത്ത് കൂട്ടിയിട്ട് ഇത് കട്ട് ചെയ്ത് കളയണം. കണ്ടോ, 1/2 ഇഞ്ച് തയ്യൽത്ത് കൂട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം, ഇടയ്ക്കിടയ്ക്ക് സ്റ്റിച്ചിൽ കൊള്ളാതെ ഇനി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് തിരിച്ചിടാം. കണ്ടോ, ഇങ്ങനെയൊന്ന് തിരിച്ചിട്ടിട്ട് കാണിക്കാം. തിരിച്ചിട്ടിട്ടുണ്ട് കണ്ടോ. ഇപ്പം നമ്മൾ തയ്യൽ തുമ്പ് കണ്ടു, നമ്മൾ നേരത്തെ ഇട്ടതിനേക്കാളും കുറഞ്ഞിട്ടുണ്ട്. അതാണ് 1/2 ഇഞ്ച് ഇടാൻ മതി. ഇപ്പോൾ ഒരു 4 ഇഞ്ച് അടുപ്പിച്ച് തയ്യൽ തുമ്പ് വരത്തുള്ളൂ. കണ്ടോ, ഇനി നമ്മളിത് നല്ലൊരു ഷേപ്പ് വരണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ കൂടി ഒന്ന് പതിച്ചടിക്കണം കേട്ടോ, എങ്കിലേ ഇത് ഫിക്സ് ആയിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കത്തുള്ളൂ. അപ്പോൾ നല്ലപോലെ പിടിച്ച് വെച്ചിട്ട് ഇവിടേക്ക് ഞാൻ നല്ലപോലെ ഇങ്ങനെ ഇറക്കി ഈ ഇത് അകത്തോട്ട് കാണാത്ത രീതിയിൽ നല്ലപോലെ ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് മുകളിൽ കൂടി ഇങ്ങനെ പതിച്ചടിച്ച് വരാതെ കറക്റ്റ് ലെവലിൽ നിൽക്കും. സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, മുകളിൽ കൂടി പതിച്ചടിച്ചിട്ടുണ്ട് കണ്ടോ. എന്നിട്ട് ഞാൻ ഇത് ഇങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് വയ്ക്കണം. വെച്ചിട്ട് ഇവിടെ ഒരു സ്റ്റിച്ച് ഇടണം. ഇതിൽ കൊള്ളരുത്, ഈ തുണിയിൽ മാത്രം കൊള്ളണം. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ബോഡി പാർട്ടിൽ വെച്ച് തയ്ക്കുമ്പോൾ പിന്നെ ഏതിൽ കൂടി സ്റ്റിച്ച് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. മറ്റേ തയ്യൽ തുമ്പുമ്പോൾ സംശയം വരും. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനെ പിടിച്ച് നിർത്തിയതിന് ശേഷം ഈ ഇതിൽ കൊള്ളാതെ, കോളറിൽ കൊള്ളാതെ ആ തുണിയിൽ കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യണം. ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യണം. ഇതാണ് ഇതിൻ്റെ സെൻറ്റർ. ഇവിടെ ചെറിയൊരു കട്ട് കൊടുക്കണം. കണ്ടോ, ഇവിടെയാണ് സെൻറ്റർ വരുന്നത്. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററും കൂടി മാർക്ക് ചെയ്യണം. നമ്മുടെ ബാക്ക് സൈഡില്ലേ, ബാക്ക് പാർട്ടിൽ അവിടെ ആ സെൻറ്ററും കൂടി മാർക്ക് ചെയ്യണം കേട്ടോ. ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇവിടെ നിന്നാണ് കോളർ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങേണ്ടത്. ഇതിൻ്റെ സെൻറ്ററും ഇതിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരണം. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്, നമ്മളിവിടെ ഒരു സ്റ്റിച്ച് നേരത്തെ കൊടുത്തിട്ടില്ലേ ഇതിൽ കൊള്ളാതെ, ആ സ്റ്റിച്ചിൽ കൂടെ വേണം സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് കറക്റ്റ് തയ്യൽ തുമ്പ് കിട്ടും. ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് വരിക. തിരിച്ച് അവിടെ നിന്ന് തിരിച്ച് വന്നിട്ട് ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്യുക. പിന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കും. സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കണ്ടോ, ഇതേപോലെ സ്റ്റിച്ച് ഇടണം. ഇന്ന് സെൻറ്ററിൽ വരപ്പം തിരിച്ച് വരപ്പം കെട്ടിട്ട് നിർത്തണം കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ തയ്യൽ തുമ്പിന് ഇതിൻ്റെ അകത്തോട്ടേക്ക് ചേർത്ത് വയ്ക്കണം. എന്നിട്ട് ഇതിങ്ങനെ വയ്ക്കണം. കണ്ടോ, തയ്യൽ തുമ്പിനെല്ലാം അകത്തോട്ടേക്ക് ചേർത്ത് വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കൂടി സ്റ്റിച്ച് ചെയ്യണം. ഇങ്ങനെയെല്ലാം ഇതിൻ്റെ അകത്തോട്ടേക്ക് ചേർത്ത് വയ്ക്കണം. അവിടെ ഒരു സ്റ്റിച്ച് വീഴുന്നതാണ് കേട്ടോ. ഇങ്ങനെ കണ്ടോ, ഈ തയ്യൽ തുമ്പില്ലേ നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത് അത് അകത്തോട്ടാക്കി വെച്ചിട്ട് ഇത് ഇങ്ങോട്ടേക്ക് വയ്ക്കണം. വെച്ചിട്ട് ഈ മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് ഇങ്ങനെ കൊടുക്കണം. അപ്പോൾ ഈ തയ്യൽ തുമ്പെല്ലാം അകവശത്തോട്ടാവും. മനസ്സിലാവുന്നുണ്ടോ? കണ്ടോ, ഇങ്ങനെ ഇരിക്കും. തയ്യൽ തുമ്പ് അകത്തോട്ട് പോകും, പുറമേ ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് സ്റ്റിച്ച് ഇടണം. അപ്പോൾ ഇവിടെയും കെട്ടിടണം. തുടങ്ങുന്ന മുമ്പ് ഇവിടെ നിർത്തപ്പോഴും കെട്ടിടണം കേട്ടോ. അപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കാം. ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ കോളർ വരുന്നത് കണ്ടോ. അപ്പോൾ നമ്മൾ ഈ തയ്യൽ തുമ്പ് ഞാൻ പറഞ്ഞില്ല, നമ്മൾ അകത്തോട്ടാക്കി സ്റ്റിച്ച് ചെയ്യാൻ ഡബിൾ സ്റ്റിച്ച് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. കുറച്ചുകൂടി ലാസ്റ്റ് ചെയ്യും. ഞാൻ ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അതേ ലൈനിൽ കൂടി തന്നെ ഒരു സ്റ്റിച്ചും കൂടെ കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് അറിയത്തില്ല കേട്ടോ. ഇതേ കളറിലുള്ള നമ്മൾ നൂലല്ലേ ഉപയോഗിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി ലാസ്റ്റ് ചെയ്യും കേട്ടോ. ഒരു തയ്യലൊക്കെ കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ വിട്ടു പോകുന്നുണ്ടെങ്കിലോ കണ്ടോ കറക്റ്റ് അളവ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടേക്ക് തുടങ്ങാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ വേറൊരു മെത്തേഡും കൂടെ ഉണ്ട്. നമ്മൾ ഇപ്പോൾ ഇവിടെ നിന്ന് 3 ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്തില്ലേ, അവിടെ
ഈ സ്ലീവിൻ ഈ കോളറിൻ്റെ ഈ തുമ്പറ്റം ഏറ്റവും അറ്റ ഭാഗം ഇവിടെ വച്ചിട്ട് പിൻ ചെയ്ത് കൊടുക്കണം. അതുപോലെ വീണ്ടും എടുത്തിട്ട് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത സ്ഥലത്ത് ഈ കോളർ വെച്ച് കൊടുക്കണം. എന്നിട്ട് സെൻറ്ററിലും കൂടെ ഒരു പിൻ കൊടുത്തിട്ട് ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് വന്നാലും മതി. ചിലപ്പോൾ നിങ്ങൾ ഈ സെൻറ്ററിൽ നിന്ന് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇത് ഏറ്റക്കുറച്ചിൽ വരാൻ സാധ്യത ഉണ്ടെങ്കിലോ, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്നേ തുടങ്ങണമെന്ന് പറയാം. അപ്പോൾ ആദ്യമേ കോളർ ഇവിടെ ഫിക്സ് ചെയ്ത് വയ്ക്കണം. ഈ 3 ഇഞ്ചിൻ്റെ ഇവിടെയും പിൻ ചെയ്ത് വച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ. അപ്പം കറക്റ്റ് ലെവലിൽ തന്നെ വ്യത്യാസം വരത്തില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ പാർട്ട്. ഞാൻ ഇതിൽ വേറെ ബാക്കിയൊന്നും കാണിക്കുന്നില്ല, ഈ കോളറിൻ്റെ ഭാഗം മാത്രമേ കാണിക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ സാധാരണ ചെയ്യും പോലെ തന്നെ. അപ്പോൾ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കണേ. ഇത് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള നൈറ്റിയാണ് കേട്ടോ കോളർ നൈറ്റി. ഇതേ രീതിയിൽ തന്നെ നമുക്ക് കുർത്തിയിലൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.